നമസ്കാരം. ഹൊല വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓസ്ട്രേലിയയിലെ നവംബർ ഇൻടേക്കിനെ കുറിച്ചാണ്. ഫെബും ജൂലൈയും കൂടാണ്ടുള്ള ഒരു മൈനർ ഇൻടേക്ക് ആണ് ഓസ്ട്രേലിയയിലെ നവംബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നവംബർ ഇൻടേക്കിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ സെമസ്റ്ററും ട്രൈമസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ്, ഏതൊക്കെ പ്രോഗ്രാംസും ഏതൊക്കെ യൂണിവേഴ്സിറ്റീസും നവംബർ ഇൻടേക്കിലേക്കുള്ളത്, വരാൻ പോകുന്ന ക്യാപ്പിംഗ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ക്യാപ്പിംഗ് എങ്ങനെയാണ് ഫെബും നവംബർ ഇൻടേക്കും പ്ലാൻ ചെയ്യുന്ന കുട്ടികളെ അഫക്ട് ചെയ്യാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ഫെബ്രുവരിയും ജൂലൈയും മാത്രമല്ല കേട്ടോ, ഓസ്ട്രേലിയക്ക് നവംബറിൽ ഒരു ചെറിയ ഇൻടേക്ക് കൂടി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഗ്രാം ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റീസും ലെവൽ 1-ലും 2-ലും ഉള്ള യൂണിവേഴ്സിറ്റീസ് നവംബർ ഇൻടേക്കിലേക്ക് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ നവംബർ 2024 ഇൻടേക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? 2023 +2 ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ഷൻ്റെ ഏറ്റവും സാധ്യത കുറവുള്ള, ഏറ്റവും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ലാസ്റ്റ് ഇൻടേക്ക് ആണ് നവംബർ 2024 എന്ന് പറയുന്നത്. ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അറിയാലോ, നമുക്ക് 2 വർഷത്തെ ഗ്യാപ്പ് എന്നും പറഞ്ഞ് യൂണിവേഴ്സിറ്റീസ് ചിലപ്പോൾ നമ്മൾ എടുത്തുനിന്ന് വരത്തില്ല. അതുപോലെ തന്നെ അവിടെ ഗ്യാപ്പ് കൂടുതൽ ഉള്ളത് കൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും വിസ സ്റ്റേജിലാണെങ്കിലും. അതുപോലെ 2024 ഇൻടേക്ക്, അതായത് ജൂലൈ 2024 ഇൻടേക്കിന് ഡെഡ് ലൈൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്തത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫെബ്രുവരി അല്ലേ ഉള്ളൂ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയും വേണ്ട. ഒരു 4-5 മാസത്തെ ഗ്യാപ്പ് വരുമല്ലോ, അത്ര നാൾ ഞാൻ എന്ത് ചെയ്യും? നവംബർ ഇൻടേക്ക് ഉണ്ട് നിങ്ങൾക്ക് എന്ന് വെച്ച് എല്ലാ പ്രോഗ്രാം ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. IT, ബിസിനസ്, അക്കൗണ്ടിങ്, എഞ്ചിനീയറിംഗ്, സോഷ്യൽ വർക്ക്, ഇത്രയും പ്രോഗ്രാം ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ലെവൽ 1-ലും 2-ലും യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. നേഴ്സിംഗ് നോക്കുന്ന കുട്ടികൾക്ക് ഒരു ദുഃഖവാർത്തയാണ്. കാരണം നമുക്ക് നവംബർ ഇൻടേക്കിലേക്ക് നേഴ്സിംഗ് പ്രോഗ്രാംസ് ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഫെബ്രുവരി ഇൻടേക്കുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നവംബർ ഇൻടേക്കിലേക്ക് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, UC, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, മൊനാഷ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, ഡീക്കിൻ യൂണിവേഴ്സിറ്റി, ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഗിഫ്റ്റ് യൂണിവേഴ്സിറ്റി. ഇത്രയും പ്രോഗ്രാം ഓപ്ഷൻ, ഇത്രയും യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നവംബറിലേക്ക്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ IT, എഞ്ചിനീയറിംഗ്, ബിസിനസ്, അക്കൗണ്ടിങ്, സോഷ്യൽ വർക്ക്, ബയോമെഡിക്കൽ സയൻസ് തുടങ്ങിയ പ്രോഗ്രാം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് സെമസ്റ്ററും ട്രൈമസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നവംബർ ഇൻടേക്കിലെ മിക്ക പ്രോഗ്രാംസും ട്രൈമസ്റ്റർ രീതിയിലാണ് ഓഫർ ചെയ്യുന്നത്. എന്താണ് ഈ ട്രൈമസ്റ്റർ, എന്താണ് സെമസ്റ്റർ വൈസ്? സെമസ്റ്റർ വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് ഇയറിൽ 2 ടേം ആയിരിക്കും ഉണ്ടാവുക. 2 ടേം ആയിരിക്കും ഉണ്ടാവുക. ട്രൈമസ്റ്റർ ആകുമ്പോഴോ ഒരു അക്കാഡമിക് ഇയറിൽ 3 ടേം ആയിരിക്കും ഉണ്ടാവുക. സപ്പോസ് നമുക്കിപ്പോൾ ഒരു 12 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ട്രൈമസ്റ്റർ രീതിയിലാണെങ്കിൽ 4 മാസത്തെ 3 ടേം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈമിൽ 4 സബ്ജക്ട്സ് വെച്ചിട്ട് ടോട്ടൽ 12 യൂണിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി സെമസ്റ്റർ വൈസ് ആണെങ്കിലോ 6 months ആയിരിക്കും ഒരു ടേം. അപ്പോൾ ഇതിലിടയ്ക്ക് വെക്കേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈമസ്റ്ററിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും വെക്കേഷൻ കുറവായിരിക്കും. മനസ്സിലായോ? 4 മാസത്തെ ഡ്യൂറേഷൻ വെച്ചിട്ടാണല്ലോ നമ്മുടെ കോഴ്സ് പോകുന്നത്. അപ്പോൾ അതിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ട്രൈമസ്റ്റർ 1-ഉം 2-ഉം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒരു അക്കാഡമിക് ഇയറിലെ എത്ര യൂണിറ്റ്സ് ആണോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇത് ട്രൈമസ്റ്റർ, അതായത് ഫസ്റ്റ് ടൈം കൊണ്ടും സെക്കൻഡ് ടൈം കൊണ്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. 3rd ടൈം എന്നിട്ട് നിങ്ങൾക്ക് വെക്കേഷനായിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, 3 ടൈമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഫസ്റ്റ് ടൈമിൽ കുറച്ച് പഠിക്കുക, അതായത് സെക്കൻഡ് ടൈമിൽ കുറച്ച് പഠിക്കുക, 3rd ടൈമിൽ കുറച്ച് പഠിക്കുക. അതിന് വെക്കേഷൻ നമുക്ക് കിട്ടത്തില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നവംബറിൻ്റെ ട്രൈമസ്റ്റർ എന്നുള്ളത് പേടിക്കൊന്നും വേണ്ട, അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഓസ്ട്രേലിയ ക്യാപ്പിംഗ് ഏർപ്പെടുത്തുകയാണ് ഫെബ് 2025 തൊട്ടെന്നുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട്. അതിൽ ഇപ്പം ജൂലൈയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 3 മാസത്തിന് ശേഷം അവർ ക്യാപ്പിങ്ങിനെ കുറിച്ചുള്ളൊരു ധാരണയിലെത്തും. ക്യാപ്പിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ്. അപ്പം 3 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം നവംബർ ആകാറാകും. അപ്പോൾ അതിൽ ഒരു ഗുണമുണ്ട്. നിങ്ങൾ ലെവൽ 2 യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോഴേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇൻ കേസ് ഇനി ഇപ്പോൾ വിസ ഡിലേ ആയെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഫെബ് ഇൻടേക്കിലേക്ക് ഡെഫർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരുപാട് ടൈം മിസ്സാവത്തില്ല. നവംബർ കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഫെബ് ഇൻടേക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി അത് മാത്രമല്ല, ഈ ക്യാപ്പിംഗ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വിസ കിട്ടി, നിങ്ങൾക്ക് വിസ സെക്യൂർ ചെയ്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എത്താനായിട്ടും സാധിക്കും. ഇപ്പോൾ ഇത് കണ്ട് പേടിക്കേണ്ട ഫെബ് ഇൻടേക്കിലെ കുട്ടികൾ. നിങ്ങളും പരമാവധി നേരത്തെ തന്നെ GS ക്ലിയർ ചെയ്ത്
വിസ സ്റ്റേജിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ലെവൽ 2വിലേക്കും 3യിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കുട്ടികളും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഈ ലെവൽ 2, 3 കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ അറിയാമല്ലോ, മിനിമം 2 months, മാക്സിമം 4 months ഇത്രയാണ് വിസ പ്രോസസ്സിങ് ടൈം എടുക്കുക. ആ 4 മാസം ഏറ്റവും മാക്സിമം നിങ്ങൾ മുന്നിൽ കണ്ടിട്ട് വേണം. മാക്സിമം എത്ര ടൈം എടുക്കുമോ അത്രയും മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ വിസയ്ക്ക് ലോഡ്ജ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴേക്കും വിസയ്ക്ക് ലോഡ്ജ് ചെയ്താലേ നിങ്ങൾക്കും ഫെബ് ഇൻടേക്കിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നവംബറൊക്കെ റിസ്ക് ആണ്. നവംബറിൽ വിസ ലോഡ്ജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ് ഇൻടേക്കിലേക്ക് ലെവൽ 2 കുട്ടികൾക്ക്. കാരണം ഡിസംബറിലൊക്കെ ഇവിടെ ആനുവൽ ഷട്ട് ഡൗൺ ആണ്. അപ്പോൾ വിസ പ്രോസസ്സിങ്ങിനും നല്ല ഡിലേ ഉണ്ടാവും. സോ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ക്യാപ്പിംഗ് നമ്മളെ അധികം എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. സോ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ദിസ് ഇസ് ജിസ് സൈനിങ് ഔട്ട് ഫ്രം ഹൊലാവൽ യൂട്യൂബ് ചാനൽ.